അതുകൊണ്ടാണ് അവിടെ അറ്റ് ദ പാർക്ക് എൻട്രൻസ് എന്ന് പറയുന്നത്. പക്ഷേ പാർക്ക് ഒരു വിശാലമായ സ്ഥലമല്ലേ, അപ്പൊ ഞങ്ങൾ പാർക്കിൽ ഉണ്ടെന്ന് പറയാൻ വി ആർ ഇൻ ദ പാർക്ക് എന്ന് പറയണം. കാരണം ആ പാർക്ക് കുറച്ച് വിശാലമാണ്. പക്ഷെ നമ്മൾ കണ്ടുമുട്ടിയത് ഒരു സ്പെസിഫിക് പ്ലേസിലായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അവിടെ അറ്റ് ദ പാർക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞത്. ഇനി മൂന്നാമത്തത് അറ്റ് ഫോർ ഇവന്റ്സ്. ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ ചില ഫങ്ഷൻസ് അല്ലെങ്കിൽ ചില ഗ്യാതറിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ വെച്ച് നമ്മൾ കണ്ടു എന്നൊക്കെ പറയാൻ നമുക്ക് അറ്റ് യൂസ് ചെയ്യാം. ഐ മെറ്റ് ഹെർ അറ്റ് ദ വെഡിങ്. അപ്പൊ അവിടെ എന്താ അർത്ഥം? കല്യാണത്തിന് അവളെ ഞാൻ കണ്ടു. അപ്പൊ ആ ഒരു ഇവന്റിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ഈ വെഡിങ് എന്ന് പറഞ്ഞ്. ഹി സ്പോക്ക് അറ്റ് ദ കോൺഫറൻസ്. അദ്ദേഹം കോൺഫറൻസിൽ സംസാരിച്ചു. അറ്റ് ദ കോൺഫറൻസ്. അപ്പൊ കോൺഫറൻസ് എന്ന് പറയുന്ന ആ ഒരു ഗ്യാതറിങ്ങിനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് സീ യു അറ്റ് ദ പാർട്ടി. പാർട്ടിയിൽ വെച്ച് നമുക്ക് കാണാം. നെക്സ്റ്റ് യൂസേജ്. ഇനി അറ്റ് എങ്ങനെയാണ് ചില ആക്ടിവിറ്റീസിന്റെ കൂടെ യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം.